വെറും 1.5 മണിക്കൂർ കൊണ്ട് ഇതാ ഈ വടകരയുടെ ഒരു തരംഗമായി ഷാഫി പറമ്പിൽ മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ നേരനുഭവമാണ് നമ്മളൊക്കെ അല്പം മുമ്പ് കണ്ടത്. എത്രത്തോളം ഹൃദയത്തിലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളൊക്കെ തൊട്ടു പിന്നിൽ നിന്ന് നോക്കിക്കാണുകയായിരുന്നു. ഞാനിതാ ഉറപ്പു തരുന്നു, നിങ്ങളുടെ ഈ തീരുമാനം തെറ്റിപ്പോവില്ല. എങ്ങനെയാണോ 13 വർഷം മുമ്പ് പാലക്കാട് എന്ന് പറയുന്ന CPM-ന്റെ സിറ്റിംഗ് സീറ്റിലേക്ക് ഷാഫി പറമ്പിലിനെ അന്ന് നിയോഗിച്ചത്, എങ്ങനെയാണോ ആ ഉത്തരവാദിത്വം അദ്ദേഹം ആദ്യ തവണ തന്നെ നിർവഹിച്ചത്, പിന്നീട് എങ്ങനെയാണോ അദ്ദേഹം ആ നാടിന്റെ പര്യായമായി മാറിയത്, ഇവിടെ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ അമ്മമാരുടെ മകനായി മാറിയത്, അവിടുത്തെ സഹോദരിമാരുടെ കൊച്ചനുജനായി മാറിയത്, അവരുടെ ഏറ്റവും മക്കളുടെ കളിക്കൂട്ടുകാരനായി മാറിയത്, അതിന്റെ മറ്റൊരു തരത്തിലുള്ള ആവർത്തനമായിരിക്കും ഇനി മുതൽ ഈ വടകരക്കാർ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള വാക്ക്. അതുകൊണ്ട് തന്നെ എന്റെ ഈ പ്രിയ സ്നേഹിതനെ നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മണ്ണായി ഈ വടകരയെ എന്നും നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പ്രിയങ്കരനായിരുന്ന MP അദ്ദേഹത്തിന് ഇതാ പാർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നു. ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാറിന് കാലുകുത്താനുള്ള മണ്ണ് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഇവന്റെയൊക്കെ നെറുന്തലയ്ക്ക് അടിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ശ്രീ K. മുരളീധരൻ അങ്ങ് തൃശ്ശൂരിലേക്ക് പോയിരിക്കുന്നത് എങ്കിൽ ആ K. മുരളീധരന്റെ ഉറച്ച പിൻഗാമിയായി ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി മുതൽ ഇവിടെ ഷാഫി പറമ്പിലുണ്ട്. നമ്മെ സംബന്ധിച്ച് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്, ഈ രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം. പ്രിയപ്പെട്ടവരെ, ഞാൻ രാഷ്ട്രീയം അധികം സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട ഷാഫിയുടെ വാക്കുകൾക്കായിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഒരൊറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിധിയെഴുത്ത് ഈ രാജ്യത്തുണ്ടായില്ല എങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ നമ്മുടെ മക്കൾക്കായി കരുതി വച്ചിരിക്കുന്ന ഈ രാജ്യം മറ്റേതോ തരത്തിൽ മാറിപ്പോകേണ്ടി വരുന്ന കാഴ്ച നമുക്ക് കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത്, അവസാനത്തെ പോരാട്ടമാണ്. അതിനാരുണ്ടോ എന്ന ചോദ്യത്തിന് ഈ രാജ്യത്തിന് മുമ്പിൽ എന്നും ഒരൊറ്റ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വെറും 60 സീറ്റിൽ മാത്രം തികച്ചു മത്സരിക്കുന്ന ഒരു CPM എന്ന് പറയുന്ന പാർട്ടി വന്നുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്കാണ് BJP-യെ തടുത്തു നിർത്താൻ സാധിക്കുക. ഇന്ത്യയുടെ ഈ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ BJP ഒരു ലക്ഷ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു അത്രേ. 370 സീറ്റ് അവർക്ക് നേടണം അത്രേ. എന്താ 370ന്റെ പ്രത്യേകത? 543 അംഗങ്ങളുള്ള പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത് 362 സീറ്റാണ്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ സീറ്റ് സ്വന്തം നിലയ്ക്ക് ഒറ്റയ്ക്ക് നേടണം എന്നുള്ള പദ്ധതിയുമായി BJP കടന്നു വരുമ്പോ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം നമ്മൾ അത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ മുഴുവൻ സീറ്റുകളെയും ഗൗരവത്തിലെടുത്തുകൊണ്ട് ആ നിലയിലുള്ള പോരാട്ടം കോൺഗ്രസും UDF-ഉം ഇവിടെ അണിനിരത്തുന്നത്. അതുകൊണ്ടാണ് വടകരയ്ക്കായി ഞങ്ങൾ ഷാഫിയെ സമർപ്പിക്കുന്നത്. ഷാഫിയുടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയത്തോടുകൂടി നമുക്ക് ആ തീരുമാനം ശരിയാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കും.